പ്രണയിക്കുന്ന പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഈ പ്രണയവും അതേപോലെ തന്നെ പൊസസീവ്നെസ്സും രണ്ടും ഒന്നാണ്. അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അവർക്ക് അറിയത്തില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. നല്ല രീതിയിൽ പൊസസീവ് ആണെങ്കിൽ നമ്മൾ കരുതും നമ്മളോട് അത്ര ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെയാണോ? പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹം തന്നെയാണോ? അല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഗേൾസിനൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നീ പുറത്തിറങ്ങുമ്പോൾ ഷാൾ ഇട്ട് ഇറങ്ങണം കേട്ടോ, ഓൺലൈനിൽ രാത്രി കാണാൻ പാടില്ല കേട്ടോ, ആൺപിള്ളേരുടെ അടുത്തും ബോയ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും അധികം സംസാരിക്കേണ്ട കേട്ടോ, കൂടുതൽ മിങ്കിൾ ചെയ്യേണ്ട കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറയുന്ന. അതേപോലെ തിരിച്ചും ഇത് പൊസസീവ്നെസ് ആണ്. നമ്മുടെ പാർട്ട്ണർ അല്ലാതെ മറ്റൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല. ഇതിനൊക്കെ നമ്മൾ പൊസസീവ്നെസ് ആണ്. ഇതൊക്കെ സ്നേഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് മറ്റാരടുത്തും സംസാരിക്കേണ്ട എന്ന് പറയണത് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ലവിനെയും പൊസസീവ്നെസ്സിനെയും നമുക്കൊന്ന് വേർതിരിക്കാം. ആദ്യം ലവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വാലിറ്റിയാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടുപേരുടെയും വ്യക്തിത്വം അത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റുകളുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ ആദ്യം പഠിക്കണം. ഈ ഉൾക്കൊള്ളാൻ പഠിക്കുന്ന ആ സംഗതിയാണ് സ്നേഹം എന്ന് പറയുന്നത്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, പരസ്പരം മറ്റുള്ളവരുടെ അതായത് പാർട്ട്നേഴ്സിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ലവ് എന്ന് പറയുന്നത്. ലവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രസ്റ്റാണ്. ഈ പ്രണയം എന്ന് പറയുന്ന സാധനം കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ ഈ വിശ്വാസത്തിൻ്റെ മോഡിലും സത്യസന്ധതേൻ്റെയൊക്കെ മോഡിലാണ്. രണ്ട് പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്യന്തികമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നില്ല, ചതിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലില്ല. പരസ്പരം എടുക്കുന്ന തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. കാരണം അവർ തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അതല്ലാതെ അവരുടെ തീരുമാനത്തെ കീറി മുറിച്ച് പരിശോധിച്ച് ആ ഒരു പരിപാടിക്കൊന്നും അവർ നിൽക്കില്ല. ലവിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് കാണാനുള്ളൊരു ശ്രമം അവർ നടത്തും. പാർട്ട്ണറിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാനുള്ള ഒരു ശ്രമം, എമ്പതി. ഇതെപ്പോഴും നല്ല സമയത്ത് എന്നുള്ള ഒരു അർത്ഥമില്ല. നമ്മുടെ മോശം സമയത്താണെങ്കിലും നല്ല സമയത്താണെങ്കിലും ശരി, നമ്മുടെ ഭാഗത്തു നിന്നുകൂടി കാര്യങ്ങളെ കാണാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവും. അതേപോലെ അവരുടെ കാര്യത്തിൽ നമുക്കും അത് ഉണ്ടാകണം. ഇതാണ് ലവ് എന്ന് പറയുന്നത്. ലവിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്തി കമ്മ്യൂണിക്കേഷനാണ്. ലവ് ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ വളരെ സത്യസന്ധമായിട്ടായിരിക്കും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവുക. തട്ടിപ്പ്, വെട്ടിപ്പ്, മറച്ചു വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ ഉള്ളിലുള്ളത് അവർ തുറന്നു പറയും. നമ്മുടെ കൺസേൺസ്, ഇൻസെക്യൂരിറ്റീസ്, ഭയം, നമ്മുടെ തോന്നലുകൾ, എല്ലാ കാര്യങ്ങളും അവിടെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കൂ, അങ്ങനെയുള്ളൊരു മുൻവിധി, ഒരു ജഡ്ജ്മെൻറ്റ്, അങ്ങനത്തെ ഒരു പേടിയൊന്നും അവിടെ ഉണ്ടാകില്ല. അതെവിടെ ഒറിജിനൽ സ്നേഹം ഉള്ളിടത്ത കാര്യമാണ് ഈ പറയണത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എംപവർമെൻ്റ് ആണ്. അതായത് രണ്ട് പാർട്ട്നേഴ്സിനും അവരവരുടെ പാഷനെല്ലാം ഫോളോ ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. ആരും തടസ്സം നിൽക്കാൻ വരത്തില്ല. ആ ആൾക്ക് ഇന്നതാണ് പാഷൻ, ഇന്നതാണ് ഇൻട്രസ്റ്റ്, ഓക്കെ ഫോളോ ചെയ്തോട്ടെ, ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തോട്ടെ, ഞാനെതിരെ നിൽക്കാനൊന്നും പോവില്ല. അപ്പോൾ ആൾക്ക് പാട്ട് പാടണമെന്നാണ് താല്പര്യം, ചെയ്തോട്ടെ. ഡാൻസ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം, ഓക്കെ ചെയ്തോട്ടെ. അത് എന്താണോ അവരുടെ പാഷൻ അതിന് വിട്ടുകൊടുക്കുന്നൊരവസ്ഥയാണത്. അതിലിങ്ങനെ നമ്മളുടെ ഒരു സ്വാധീനം, നമ്മളുടെ ഒരു പവർ കൊണ്ട് നമ്മളത് തടഞ്ഞു നിർത്തുക, അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ല. ഇത് പ്രണയത്തിനകത്ത് തന്നെ രണ്ട് പാർട്ട്നേഴ്സിനും ഒരു ഫ്രീഡം എനിക്കുണ്ട് ഈ ബന്ധത്തിനകത്ത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. ഞാനൊരു കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞു ഞാൻ ഈ പ്രണയത്തിനകത്ത് വന്നപ്പോൾ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകത്തില്ല. ഇനി പൊസസീവ്നെസ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നോക്കാം. പൊസസീവ്നെസ്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് ജെലസി. പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ കൺട്രോളിങ് ബിഹേവിയറാണ്. നമ്മുടെ പാർട്ട്ണറെ എപ്പോഴും നമ്മളിങ്ങനെ മൂക്ക് കയറിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന, നിയന്ത്രിച്ച് നിർത്തുന്ന ഒരവസ്ഥയാണ്. ആ ആളുടെ സ്വാതന്ത്ര്യം നമ്മൾ പാടെ നിഷേധിക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ അടുത്ത് മാത്രം സമയം സ്പെൻഡ് ചെയ്യണം, ഒരാളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യരുത്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പാടില്ല, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പാടില്ല, ഫാമിലിയിൽ പാടില്ല, ആരുടെ അടുത്തും പാടില്ല. ഒരു വല്ലാത്തൊരു സെൽഫിഷ്നെസ് ആയിട്ടുള്ളൊരവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ട് പോകും എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ പറയുന്ന കൺട്രോളിങ് ബിഹേവിയർ വരുന്നത്. എൻ്റെ പാർട്ട്ണർ വിട്ടു പോകുന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ അവിടെ ലവ് ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞു ഒരാൾക്ക്. അപ്പോൾ മറ്റേ ആൾ എന്നെ ഇട്ടിച്ച് പോകുന്നുള്ളൊരു തോന്നൽ അവിടെ വരാൻ തുടങ്ങി. അത് സ്നേഹമല്ല. അപ്പോൾ അവിടെ കാണിക്കുന്ന ആ ഒരു കൺട്രോളിങ് നമ്മൾ എന്ത് കരുതും, പൊസസീവ്നെസ് ആണെന്ന് കരുതും. അല്ല, അത് ഇൻസെക്യൂരിറ്റിയാണ് ആളുടെ. ആ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഈ പൊസസീവ്നെസ് കാട്ടുന്നത്. അതൊരിക്കലും ലവ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പൊസസീവ്നെസ്സിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്.
വിശ്വാസം എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാകത്തില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു സംശയം ഉള്ളിലുണ്ട്, ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർക്ക് വാലിഡേഷൻ ആവശ്യമാണ്. എന്തിനവിടെ പോയി, എന്തിനങ്ങനെ ചെയ്തു, എന്തിനങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് അങ്ങനെ എതിർത്ത് പറഞ്ഞില്ല, എന്തുകൊണ്ട് അവരുടെ അടുത്ത് നീ സംസാരിച്ചു, എന്തിന് ആ വഴിക്ക് നീ ചിന്തിച്ചു, എന്തിന് നീ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, എന്തിന് നീ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്തു, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാറ്റിനും വാലിഡേഷൻ. അതെല്ലാം ക്ലിയറായിട്ട് നമുക്ക് അറിയണം. ഒരു ഇല വീണ് കഴിഞ്ഞാൽ പോലും നമ്മളത് അറിയണം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതായത് നമ്മുടെ പാർട്ട്ണറെ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നത്, എല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നത്, എനിക്കെതിരായിട്ട് എന്നെ ചതിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതാണ് പ്രശ്നം. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവും? മറ്റേ പാർട്ട്ണർ ഈസി ആയിട്ട് ഇട്ടേച്ച് പോകും, വെറുത്തിട്ട്, മനസ്സ് മടുത്തിട്ട്. പൊസസീവ്നെസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐസൊലേഷനാണ്. പൊസസീവ്നെസ്സിന് വിക്ടിമാകുന്ന ആ വ്യക്തി കൂട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, സ്വന്തം വീട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്ന് പോലും ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവർക്ക് ചുറ്റുമുള്ള ഒരു സർക്കിള് ഈ പറയുന്ന പൊസസീവായിട്ടുള്ള പാർട്ട്ണർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു സ്ഥലത്ത് എല്ലാവരും കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ ഒരു വാക്കം ഉണ്ടല്ലോ, ഒരു ഒഴിവുണ്ടല്ലോ. ആ ഒഴിവുള്ളിടത്ത് കയറിയിട്ട് അങ്ങ് ഞെളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാർട്ട്ണറിൻ്റെ. പൊസസീവ്നെസ് കാണിക്കുന്ന പാർട്ട്ണറിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെയാണ്. എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു മേധാവിത്വം ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഒരു അവകാശം ക്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ. ഞാൻ പറയണത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാവൂ, എല്ലാം എൻ്റെ നിയന്ത്രണത്തിലൂടെ ആയിരിക്കണം. ഐസൊലേഷൻ, പാർട്ട്ണറെ ഒറ്റപ്പെടുത്തുക സമൂഹത്തിൽ നിന്ന്. പൊസസീവ്നെസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷണൽ മാനിപ്പുലേഷനാണ്. അതായത് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അവർ ചെയ്ത ഒരു ചെറിയ കാര്യം, ഒരു തെറ്റ് ഉണ്ടോ ഇല്ല എന്ന് പോലും ചിലപ്പോൾ സംശയമാണ്. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ നമ്മളിങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുക, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇമോഷണലി ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുക, അവരെ മാനസികമായിട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക, മാനസികമായിട്ട് അവരെ തളർത്തിക്കൊണ്ടിരിക്കുക. ഒരു പാർട്ട്ണർ എന്ന നിലയിൽ അവർക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി അവരെ അങ്ങ് തളർത്തി ഇല്ലാണ്ടാക്കുന്നൊരവസ്ഥ, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. അവസാനത്തെ പൊസസീവ്നെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അൺഹെൽത്തി ഡൈനാമിക്സ് ആണ്. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോമിനൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ആരാണോ പൊസസീവ്നെസ്സിന് വിക്ടിമാവുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്കായിരിക്കും ആ പ്രണയത്തിൻ്റെ ഉള്ളിൽ ഫുൾ പവർ. അവരായിരിക്കും പ്രണയത്തെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുന്നുണ്ടാവുക. ഒരു ഫുൾ ഡോമിനൻസ് ആയിരിക്കും. അതാണാവാം പെണ്ണാവാം. പാർട്ട്ണറുടെ ചിന്തയിൽ, ആഗ്രഹങ്ങളിൽ, സ്വപ്നങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, അഭിപ്രായങ്ങളിൽ, നിലപാടുകളിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഈ പറയുന്ന പൊസസീവായിട്ടുള്ള പാർട്ട്ണറുടെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു മേധാവിത്വം നമുക്കവിടെ കാണാൻ പറ്റും. ഒരു കൺട്രോൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താണ്? ഈ വിക്ടിമാവുന്ന പാർട്ട്ണർ ഡിപ്രഷനിലേക്ക് പോകുന്നു, അവർക്കൊരു സഫോക്കേഷൻ അനുഭവിക്കേണ്ടി വരുന്നു, മാനസികമായിട്ടുള്ള പിരിമുറുക്കം വരുന്നു, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഈ പ്രണയത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കടന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതിനും സമ്മതിക്കുമോ ഈ പാർട്ട്ണർ? ഇല്ല, നിനക്ക് വേറൊരു ബന്ധമുണ്ട്, നീ വേറെ ആരോ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നെ വിട്ടേച്ച് പോകുന്നത്. ഇതായിരിക്കും അവിടെ പറയുന്നുണ്ടാവുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടിയ പ്രണയത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരവസ്ഥ. ലവും പൊസസീവ്നെസ്സും രണ്ടാണ്. അതാദ്യം തിരിച്ചറിയുക. പൊസസീവ്നെസ്സിൻ്റെ സ്വഭാവം തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക, മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയുന്ന പോലെ തുടക്കത്തിൽ തന്നെ നമ്മൾ നുള്ളിക്കളഞ്ഞാൽ പിന്നീടുള്ള പ്രണയം ഒന്നുകിൽ നന്നായിട്ട് പോകും, അതല്ലെങ്കിൽ ആ പ്രണയം അവസാനിക്കും. രണ്ടാണെങ്കിലും നിങ്ങൾക്ക് നേട്ടമാണ്.